ആരോരുമില്ലാതെ അനാഥാലയത്തിൽ കഴിയുന്ന ഒരു മിടുക്കിയായ പെൺകുട്ടി. പെട്ടെന്നൊരു ദിവസം അവൾക്ക് അതേ അനാഥാലയത്തിൽ വെച്ച് തന്നെ അവളുടെ മരിച്ചെന്ന് കരുതിയ അച്ഛനെ തിരിച്ചു കിട്ടുന്നു. സിനിമാ കഥയെന്ന് തോന്നിപ്പോകുന്ന ഈ സംഭവം പക്ഷേ നടന്നത് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ പത്തനാപുരം ഗാന്ധി ഭവനിൽ വച്ചാണ്. ഗാന്ധി ഭവനിലെ അന്തേവാസിയായ സങ്കീർത്തന ഇപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷത്തിലാണ്. ആരാരുമില്ലെന്ന് വിധിയെഴുതിയ സങ്കീർത്തനയ്ക്ക് ഇപ്പോൾ തന്റെ പിതാവിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഒരു കുഞ്ഞു പിറന്നപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷത്തിലായിരുന്നു സങ്കീർത്തനയുടെ അമ്മയും അച്ഛനും. അമ്മയ്ക്കും അച്ഛനും അവൾ പാറുകുട്ടിയായിരുന്നു. എന്നാൽ സങ്കീർത്തനയ്ക്ക് 1 വയസ്സുള്ളപ്പോഴാണ് ചെറിയ തോതിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന അവളുടെ പിതാവ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. അതിനുശേഷം വർഷങ്ങളോളം അദ്ദേഹത്തെ കുടുംബം തിരഞ്ഞു നടന്നു. എന്നാൽ നിരാശ മാത്രമായിരുന്നു ഫലം. പിതാവ് നഷ്ടപ്പെട്ട അന്നു മുതൽ സങ്കീർത്തനയ്ക്ക് എല്ലാം അമ്മയായിരുന്നു. എന്നും താങ്ങും തണലുമായി ആ അമ്മ അവൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അവളെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണമെന്നത് മാത്രമായിരുന്നു ആ അമ്മയുടെ ആഗ്രഹം. അച്ഛനെക്കുറിച്ച് അമ്മ പറഞ്ഞുള്ള കേട്ടറിവുകൾ അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ അമ്മയും മകളും സന്തോഷത്തോടെ ജീവിച്ചു പോരുന്നതിനിടയിലാണ് 4 വർഷങ്ങൾക്ക് മുൻപ് അവളെ തനിച്ചാക്കി ആ അമ്മ ഈ ലോകത്തോട് വിട പറയുന്നത്. ഇതോടെ ആരോരുമില്ലാതെ അവൾ ഒറ്റയ്ക്കായിപ്പോയി. പക്ഷേ അപൂർവമായ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവുമുള്ള കുട്ടിയായിരുന്നു അവൾ. അമ്മയുടെ മരണശേഷം അവൾ സ്ഥലം മെമ്പറോട് പറഞ്ഞത്, ഞാൻ ആർക്കും ബാധ്യതയാകാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് പഠിക്കണം, അതിനുള്ള സൗകര്യം ചെയ്തു തരണമെന്നാണ്. അങ്ങനെ ആരോരുമില്ലാത്ത അനാഥയായ ആ കൊച്ചു പെൺകുട്ടിയെ ശിശുക്ഷേമ സമിതി കൊല്ലം പത്തനാപുരത്തെ ഗാന്ധി ഭവനിൽ എത്തിക്കുകയായിരുന്നു. പിന്നീട് ആ കൊച്ചു പെൺകുട്ടിയെ കാത്തിരുന്നത് അവിടെ പുതിയൊരു ജീവിതമാണ്. പഠിക്കാൻ മിടുക്കിയായിരുന്ന സങ്കീർത്തനയ്ക്ക് അവിടെ ആരൊക്കെയോ കൂട്ടിനുണ്ടെന്ന് മനസ്സിലായി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അവൾ അവിടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി മാറി. മാതാപിതാക്കൾക്ക് വേണ്ടി മനസ്സിൽ സൂക്ഷിച്ചു വെച്ച സ്നേഹം അവൾ അവിടെയുള്ള എല്ലാവർക്കും പകർന്നു നൽകി. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഗാന്ധി ഭവനിലെ എല്ലാമായി അവൾ മാറി. ഗാന്ധി ഭവൻ ബാൻഡ് ടീമിലെ സജീവ അംഗമായിരുന്നു സങ്കീർത്തന. പക്ഷേ എന്തൊക്കെ തന്നെയായാലും പഠനം വിട്ടുള്ള ഒരു ആഘോഷവും അവൾക്കുണ്ടായിരുന്നില്ല. തനിക്ക് ആരുമില്ല എന്ന് പറയുമ്പോഴും എന്നെങ്കിലും നഷ്ടപ്പെട്ടു പോയ തന്റെ പിതാവിന്റെ സ്നേഹം തിരിച്ചു കിട്ടിയിരുന്നെങ്കിലെന്ന് അവൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ടായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ അവധിക്കാലത്ത് തിരുവനന്തപുരം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രോഗം ഭേദമായ ആരോരുമില്ലാത്ത 21 പേരെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ശ്രീമതി ആർ ബിന്ദു ഇടപെട്ട് ഗാന്ധി ഭവനിൽ എത്തിക്കുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ 21 പേരും ഗാന്ധി ഭവൻ കുടുംബത്തിലെ അംഗങ്ങളായി മാറി. അങ്ങനെയിരിക്കെ അക്കൂട്ടത്തിലുണ്ടായിരുന്ന സജീവ് എന്ന ഒരു മധ്യവയസ്കൻ സങ്കീർത്തനയെ കാണാനിടവരികയായിരുന്നു. തുടർന്ന് അവിടെയുള്ള അന്തേവാസികളുമായി അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇത് തന്റെ മകളായിരിക്കുമോ എന്ന സംശയം ബലപ്പെട്ടു. താൻ ഇത്രയും കാലമായി കാണണമെന്ന് കൊതിച്ചവളായിരിക്കുമോ ഇത്? ഇത്ര വലുതായി കാണുമോ? അവൾക്കിപ്പോൾ എത്ര വയസ്സായി കാണുമെന്നൊക്കെ അയാൾ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം സമൂഹ പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് സജീവ് സ്വയം മറന്ന് സങ്കീർത്തനയെ ആ പേര് വിളിച്ചു, പാറുമോളെ എന്ന്. ഇത് കേട്ട സങ്കീർത്തന ആദ്യമൊന്ന് അന്ധാളിച്ചു പോയി. മറ്റാർക്കും അറിയാത്ത തന്റെ ഓമന പേര് ഇദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായി എന്നായിരുന്നു അവളുടെ ചിന്ത. ഒടുവിൽ പാറുവിന്റെ മനസ്സിൽ അച്ഛന്റെ ആ മങ്ങിയ ഓർമ്മചിത്രം പതിഞ്ഞു വന്നു. അതെ, അത് അവളുടെ അച്ഛനായിരുന്നു. 18 വർഷമായി കേൾക്കാൻ കൊതിച്ച ശബ്ദവും കാണാൻ കൊതിച്ച രൂപവും ഇതാ തന്റെ കൺമുന്നിൽ വന്നു നിൽക്കുന്നു. മകൾ പിതാവിനെ തിരിച്ചറിഞ്ഞ ആ നിമിഷം സിനിമകളിലെ ക്ലൈമാക്സ് രംഗങ്ങളെ പോലെയായിരുന്നു. അവിടെയുണ്ടായിരുന്ന അന്തേവാസികളുടെയും ജീവനക്കാരുടെയും എല്ലാം കണ്ണുകൾ ഈറനണിയിക്കുന്ന നിമിഷമായിരുന്നു അത്. ഇപ്പോൾ പത്തനാപുരം ഗാന്ധി ഭവനിൽ പാറുവിനൊപ്പം അച്ഛനും കൂടെയുണ്ട്. സങ്കീർത്തന ഇപ്പോൾ നിയമ പഠനത്തിനായി കാത്തിരിക്കുകയാണ്. +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ പാറുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹവും അഭിഭാഷകയാവുക എന്ന് തന്നെയാണ്. കൂടാതെ അച്ഛനെ പൊന്നുപോലെ നോക്കണമെന്നും പാറു പറയുന്നു. ഈ ചെറുപ്രായത്തിൽ തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിട്ട പാറുവിന് ഇപ്പോൾ ഒരു കുടുംബമുണ്ട്. അവളും അച്ഛനും മാത്രമുള്ള ഒരു കുഞ്ഞു കുടുംബം.